നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേവല ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പിക്ക് പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാരെ ചാക്കിട്ട് പിടിക്കാൻ വലിയ തോതിലുള്ള കളികൾ നടക്കുന്നുണ്ട്. എന്നാൽ മമതാ ബാനർജി അറിയാതെ ഒരു കരിയില പോലും ഇളകില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി മമതാ ബാനർജിയെ ഒപ്പം കൂട്ടാൻ എന്താണ് വഴി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ബി.ജെ.പിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലതാൻ വലിയ തോതിൽ അവിടെ RG കർ മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതകാല സമരം, അതിൽ BJP കൃത്യമായും ഒരു ഭരണവിരുദ്ധത കണ്ടിരുന്നു. പക്ഷേ അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ വല്ലാതെ നിരാശവാന്മാരാക്കുന്നുണ്ട്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് സഖ്യം വീണ്ടും ശക്തമാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കവും അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം എന്നത് മാൾഡയും അതുപോലെ തന്നെ അധിർ രഞ്ജൻ ചൗധരി ഇത്തവണ പരാജയപ്പെട്ടെങ്കിലും ബഹ്റാംപൂറിലെ പല മേഖലകളിലും കോൺഗ്രസിൻ്റെ ആധിപത്യമുണ്ട്. കോൺഗ്രസിന് വോട്ട് ഷെയർ കൃത്യമായുള്ള മേഖലകൾ, ഏകദേശം 30ഓളം നിയമസഭാ സീറ്റുകൾ, അത് കൃത്യമായും കോൺഗ്രസിലേക്ക് വിട്ടു നൽകി തൃണമൂൽ ബാക്കിയുള്ള സീറ്റുകളിൽ മത്സരിക്കുക എന്ന ട്രെൻഡിലേക്കായിരിക്കുമോ നീങ്ങുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും BJPയുമായൊരു സഖ്യത്തിന് ഇനി മുതിരാൻ താല്പര്യമില്ല എന്ന് കല്യാൺ ബാനർജിയും മഹുവ മൊയ്ത്രയും ഉൾപ്പെടെയുള്ളവർ ഏകപക്ഷീയമായി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. മമതയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. മമതയ്ക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം അന്തിമ വാക്ക് പറയാമെങ്കിൽ പോലും BJPയുമായുള്ള സഹകരണം ഒരിക്കലും പ്രാബല്യത്തിൽ വരാതിരിക്കാൻ എംപിമാർ പരമാവധി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതാണ് BJPയുടെ ഏറ്റവും വലിയ തിരിച്ചടി. തൃണമൂൽ എംപിമാർ എന്നത് 29 അത് നിസ്സാര സംഖ്യയല്ല എന്ന് കൃത്യമായി അറിയാം. 12 ഐക്യജനതാദൾ എംപിമാരും 16 TDP എംപിമാരും ഒപ്പം ചേർന്നാൽ പോലും തൃണമൂലിൻ്റെ എംപിമാരുടെ അത്ര വരുന്നില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്നതാണ്. കാരണം 240 സീറ്റുള്ള BJPക്ക് 29 എംപിമാർ കൂടി കിട്ടിയാൽ ഒറ്റയടിക്ക് കേവല ഭൂരിപക്ഷത്തിൽ 3 സീറ്റ് കുറവ് എന്ന രീതിയിലേക്ക് എത്തുകയാണ്. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ 5 എംപിമാർ കൂടിയാവുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന രീതിയിൽ വരും. കാരണം ചിരാഗ് പാസ്വാൻ എന്നും നരേന്ദ്രമോദി ഭക്തനായി തന്നെ തുടരാനാണ് ആഗ്രഹം. എന്നാൽ മമതയെ അത്ര പെട്ടെന്ന് കിട്ടില്ല. മമതയുടെ രാഷ്ട്രീയ പാർട്ടിയെ ഒരു രീതിയിലും കൺവിൻസ് ചെയ്യിക്കാൻ കഴിയില്ല. കാരണം BJPയുടെ അജണ്ടകളെ തുടക്കം മുതൽ തന്നെ കോർപ്പറേറ്റ് നയങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന കല്യാൺ ബാനർജിക്കും മഹുവ മൊയ്ത്രയ്ക്കും മറ്റു രീതിയിലേക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഓം ബിർളയെ പൊളിച്ചടുക്കി നിങ്ങളെക്കാൾ മികച്ചൊരു നടൻ പാർലമെന്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്, വല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് പരസ്യമായി ഓം ബിർളയെ പൊരിച്ചടിക്കിയ നേതാവാണ് കല്യാൺ ബാനർജി. ചൂക്കിത് കിത് എന്ന കളിയിൽ BJP കുടുങ്ങി വീണിരിക്കുന്നു എന്ന് പറഞ്ഞ് 240ലേക്ക് വലിയ രീതിയിൽ മൂക്കും കുത്തി താഴെ വീണത് പരിഹസിച്ചപ്പോൾ വാസ്തവത്തിൽ ഓം ബിർളയ്ക്ക് ശ്വാസം മുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള തൃണമൂലിനെ ഒപ്പം കൂട്ടാൻ കഴിയില്ല. എന്നാൽ കോൺഗ്രസുമായി അകലം പാലിക്കുകയാണെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെയും ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസുമായി ആശയഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആം ആദ്മി നടത്തുന്ന നെറികെട്ട കളിയും ഒരിടത്തുണ്ട്. അവർക്ക് യാതൊരു നേട്ടവും ബംഗാളിൽ ഇല്ലെങ്കിൽ പോലും ആം ആദ്മി ഇത്തരത്തിൽ കുത്തിത്തിരിപ്പിൽ 1-ാം നമ്പർ തന്നെയാണ്.